പെരുമ്പളത്ത് മാത്രമല്ല, ഒരു പാലത്തിനായി കാത്തിരിക്കുന്ന കുറേ മനുഷ്യർ അങ്ങ് കോഴിക്കോടുമുണ്ട്. കോഴിക്കോട്ടെ നടുത്തുരുത്തി ദ്വീപ് നിവാസികളാണ് പാലമെന്ന സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബി പണം അനുവദിച്ചു. എന്നാൽ നാട്ടുകാരിൽ ചിലർ സ്ഥലം വിട്ടുകൊടുക്കാത്തതിനാൽ പദ്ധതി ഇപ്പോഴും സ്വപ്നത്തിൽ മാത്രമാണ്. കാണാം കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വികസന സ്വപ്നങ്ങളുടെ വഴിമുടക്കുന്നവർ. നടുത്തുരുത്തി ദ്വീപിലെ 100ഓളം വരുന്ന കുടുംബങ്ങളാണ് പാലമില്ലാത്തത് കാരണം ദുരിതം അനുഭവിക്കുന്നത്. അകലാപ്പുഴയ്ക്ക് കുറുകെ തലക്കുളത്തൂർ പഞ്ചായത്തിലെ നടുത്തുരുത്തി ദ്വീപിനെയും എലത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം വേണമെന്നാണ് ആവശ്യം. പാലമില്ലാത്തതിനാൽ 10 കിലോമീറ്റർ ചുറ്റിയാണ് ഇവർ പോകുന്നത്. അധിക കുട്ടികൾ ഇപ്പോൾ എലത്തൂർ CMC ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ്, UP സ്കൂള്, LP സ്കൂളൊക്കെ എല്ലാം ആശ്രയം വെച്ചാൽ നമ്മളെ ഈ കടവ് മാത്രം ആശ്രയിച്ചിട്ട് നമ്മൾ നിൽക്കാൻ പറ്റും. അഥവാ അർജന്റായിട്ട് വന്ന് എത്തണമെങ്കിൽ ഇപ്പോൾ ബംഗാളം ചുറ്റി പോകണം, അല്ലെങ്കിൽ ബംഗാളി ചുറ്റി പോകണം. 2018-19 സാമ്പത്തിക വർഷത്തിൽ പാലം നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ നീക്കിവെച്ചിരുന്നു. പ്രദേശത്തെ ചിലർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി മുടങ്ങി. ബോറിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. 20 കോടി ഫണ്ടും അനുവദിച്ചിട്ടുണ്ടായി. അതെല്ലാം ലാപ്സായതാണ്. ഇപ്പം നിലവിൽ ഞങ്ങളിവിടെ ഒരു പ്രളയം വന്ന സമയത്ത് ഈ കടവെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മുൻ ഭരണസമിതിക്ക് എതിരായിട്ട് സമരം ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി ആ കടവ് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് തലക്കുളത്തൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി. തുടർന്ന് നമ്മളിപ്പോൾ കുറച്ച് വ്യക്തികൾ പോയി കാണാനുണ്ട്. അവരെ സമ്മതമല്ല, അവരോടും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ പുതിയ ഭരണസമിതി എന്തായാലും അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. അതിന് ഭരണസമിതി മാത്രമല്ല, നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി യോജിപ്പിച്ച് മുന്നോട്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം. ആ പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും. വർഷങ്ങളായി ഞങ്ങളുടെ ഒരാഗ്രഹമാണ് തലക്കുളത്തൂർ പഞ്ചായത്ത് എലത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്ന്. എത്രയോ കാലങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നതുമില്ല. ഇവിടെ അലൈൻമെൻറ്റും അതുപോലെ ബോറിംഗ് ടെസ്റ്റൊക്കെ നടന്നെങ്കിലും പിന്നീട് അതിൻ്റെ പ്രവർത്തനമൊന്നും മുന്നോട്ട് പോയില്ല. രാത്രി 8 മണിക്ക് ശേഷം കടത്തുതോണിയും ഉണ്ടാകാറില്ല. നാട്ടുകാരിൽ ചിലർ ഭൂമി വിട്ടു നൽകിയാൽ പാലം യാഥാർത്ഥ്യമാകും. തലക്കുളത്തൂർ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി നൽകിയ ഉറപ്പാണ് ഇവർക്ക് ഇപ്പോഴുള്ള ആകെ പ്രതീക്ഷ. അതും യാഥാർത്ഥ്യമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുകയല്ലാതെ ഇവർക്ക് മുമ്പിൽ മറ്റു വഴിയില്ല. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.